ഈ വൈഗ കൊലക്കേസിലെ വിധി ഇന്നലെ വന്നിരുന്നു അല്ലേ? കോടതി വിധി ഇന്നലെ വന്നിരുന്നു. പ്രതിയും അച്ഛനുമായ സനുമോഹന് ജീവപര്യന്തവും കൂടാതെ 28 വർഷം തടവും 1,70,000 രൂപ പിഴയും ലഭിച്ചിട്ടുണ്ട്. ഇത് നടന്നിട്ട് ഏകദേശം 2 വർഷമായില്ലേ? എന്താ ശരിക്കും സംഭവം? 2021 മാർച്ച് 21 കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. അമ്മ വീട്ടിലായിരുന്ന വൈഗയെ കരിങ്ങപ്പടിയിൽ സ്വന്തം ഫ്ളാറ്റിലേക്ക് അച്ഛനായ സനുമോഹൻ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. തുടർന്ന് നമ്മൾ ഒന്നിച്ച് മരിക്കാൻ പോവുകയാണെന്നും അമ്മയെ അമ്മ വീട്ടുകാർ നോക്കിക്കൊള്ളുമെന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ കുഞ്ഞെന്ത് ചെയ്തു? കുഞ്ഞിത് കേട്ട് പേടിച്ച് ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് ഓടുകയായിരുന്നു. കുഞ്ഞിനെ ഇയാൾ പിടിച്ചു വെച്ച് സ്വന്തം ശരീരത്തോട് കുഞ്ഞിന്റെ മുഖം ചേർത്ത് വെച്ച് മദ്യം നൽകി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് വൈഗയുടെ മൃതദേഹം മുട്ടാർ പുഴയിൽ കൊണ്ട് തള്ളി. വൈഗയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് ആദ്യം എല്ലാവരും കരുതിയിരുന്നത്. പിന്നീടാണ് മനസ്സിലായത് കൊലപാതകത്തിന് ശേഷം ഇയാൾ നാട് വിട്ടതാണെന്ന്. സനുമോഹനെതിരെ മഹാരാഷ്ട്രയിൽ നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകളുണ്ട്. ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയിട്ട് മറ്റൊരാളായി വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാനായിരുന്നു സനുമോഹന്റെ പ്ലാനിങ് എല്ലാം. താൻ ഒളിവിൽ പോയാൽ കുഞ്ഞിനെ ആര് നോക്കും എന്ന കാരണം കൊണ്ടാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. ഒളിവിൽ പോയ സനുമോഹൻ ബാംഗ്ലൂർ, മുംബൈ, ഗോവ എന്നീ സ്ഥലങ്ങളിലെല്ലാം ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നത്. തുടർന്ന് ഏപ്രിൽ 10 ഇയാൾ മൂകാംബികയിൽ ഒരു ലോഡ്ജിൽ മുറിയെടുക്കുകയായിരുന്നു. ഏപ്രിൽ 16 ലോഡ്ജിൽ കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ട് ഇയാൾ അവിടെ നിന്ന് മുങ്ങി. ഈ വാർത്ത നാട്ടിലെങ്ങും പ്രചരിച്ചു. ഈ വാർത്തയാണ് പോലീസുകാർക്കും ഒരു പിടിവള്ളിയായത്. സംഭവം നടന്ന 1 മാസത്തിന് ശേഷം, അതായത് ഏപ്രിൽ 18 കർണാടകയിലെ കാർവാറിൽ നിന്ന് കർണാടക പോലീസ് സനുമോഹനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കൊലപാതകം ഉൾപ്പെടെ 5 കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 4 കുറ്റങ്ങൾക്കുള്ള 28 വർഷത്തെ കഠിന തടവിന് ശേഷമായിരിക്കും കൊലപാതകത്തിനുള്ള ജീവപര്യന്തം ആരംഭിക്കുന്നത്. അപ്പൊ ഈ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ദിവസം തോറും കൂടി വരികയാണല്ലേ? കുട്ടികൾ സംരക്ഷിക്കപ്പെടേണ്ട കരങ്ങൾ കൊണ്ട് തന്നെയാണ് കുട്ടികൾ ആക്രമിക്കപ്പെടുന്നത്. ഇതിപ്പം സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായി മാറിക്കഴിഞ്ഞു. ശരിക്കും ഇത്തരം കേസുകളിൽ ശക്തമായ നിലപാട് വേണം അധികാരികൾ സ്വീകരിക്കാൻ. ഇത്തരം കുറ്റകൃത്യങ്ങൾക്കൊന്നും ഈ ശിക്ഷയൊന്നും പോരാ.